ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്ന ഒരു മിഡ് റേഞ്ച് ബഡ്ജറ്റിൽ നമുക്ക് മേടിക്കാൻ പറ്റിയ ഒരു കില്ലർ ഗെയിമിംഗ് ഫോണാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ എത്രത്തോളം വാല്യുബിൾ ആണെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോയിലേക്ക്. ആദ്യം ഈ ഒരു ഫോണിൻ്റെ കൂടെ എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ആസ് യൂഷ്വൽ നമുക്കൊരു സിലിക്കൺ കേസ് കിട്ടുന്നുണ്ട്. അടുത്ത ഈ ഒരു ബോക്സിൽ വരുന്നത് ഇതിൻ്റെ വാറണ്ടി കാർഡും പിന്നെ ഒരു ക്വിക്ക് ഗൈഡ് പേപ്പർ കൂടിയാണ്. പിന്നീട് ഈ ഒരു ഫോണിൻ്റെ ബോക്സിൽ വരുന്നത് ചാർജറാണ്. ചാർജറിൻ്റെ ടൈപ്പ് സി കേബിളാണ് ഇതിൽ വരുന്നത്. 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് എന്ന ആ ഒരു കേബിളിലും എഴുതിയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 44 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജിൻ്റെ അഡാപ്റ്ററാണ് അതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ നോർമലി കിട്ടുന്ന പോലെ തന്നെ സിം കാർഡ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിന്നും കൂടെ. സോ അടുത്ത എന്തായാലും ഫോണിൻ്റെ ഔട്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ബോട്ടം സൈഡിൽ ടൈപ്പ് സി കേബിളിനുള്ള പോർട്ട് വരുന്നുണ്ട്, സിം കാർഡിനുള്ള സ്ലോട്ട് വരുന്നുണ്ട്, പിന്നെ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് വരുന്നുണ്ട്. സോ അടുത്ത ഫോണിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഫിംഗർ പ്രിന്റ് സ്കാനർ വരുന്നുണ്ട്. അത് തന്നെയാണ് പവർ ബട്ടണും, അതുപോലെ വോളിയം ബട്ടണും അതിൻ്റെ ടോപ്പിൽ വരുന്നുണ്ട്. അടുത്ത ഫോണിൻ്റെ ടോപ്പ് സൈഡ് നോക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ ജാക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഇപ്പോഴത്തെ കാലത്ത് ഹെഡ്ഫോൺ ജാക്ക് ഫോണുകളിൽ വളരെയധികം കുറവാണ്. പിന്നെ ഫോണിൻ്റെ ലെഫ്റ്റ് സൈഡിൽ യാതൊരു രീതിയിലുള്ള ബട്ടൺസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. സോ അടുത്ത ഈ ഒരു ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ മാറ്റ് ഫിനിഷിലാണ് വന്നിരിക്കുന്നത്. iQOO എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ 3 ക്യാമറ ലെൻസും പിന്നെ ഒരു ഫ്ലാഷുമാണ് വരുന്നത്. അപ്പോൾ അത് ഫുള്ളി ഗ്ലാസ്സിൽ കവറായാണ് ഇരിക്കുന്നത്. എവിടെയെങ്കിലും തട്ടയോ മുട്ടോ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പൊട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്യാവശ്യം സ്റ്റൈലിഷായ ലുക്കാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ചെയ്തേക്കുന്നത്. സോ അടുത്ത ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയിലോട്ട് വരികയാണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz ആണ് റീഫ്രഷ് റേറ്റ് വരുന്നത്. അതുപോലെ തന്നെ HDR10+ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ ബ്രൈറ്റ്നസ് നിറ്റ്സിലോട്ട് പോവുകയാണെങ്കിൽ 650 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ് വരുന്നത്. PPI ഡെൻസിറ്റി വരുന്നത് 395 ആണ്. അപ്പോൾ ഇതൊരു 1080p ഹൈ റെസൊല്യൂഷൻ ഉള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ്. സ്ക്രീൻ ടു ബോഡി റേഷ്യോ വരുന്നത് 85% ആണ്. അപ്പോൾ ഈ ഒരു ഫോണിൽ ഇൻബിൽഡ് വരുന്നത് Android 11 ആണ്. അപ്പോൾ ഇത് അപ്ഗ്രേഡ് ചെയ്ത് ഫൺ ടച്ച് 12 അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൺ ടച്ച് 12 അപ്ഗ്രേഡ് ചെയ്തപ്പോൾ ചെറിയ രീതിയിലുള്ള ബഗും കാര്യങ്ങളും കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ സ്പെക്കിലോട്ട് പോവുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 778 5G ആണ് ഇത് വന്നേക്കുന്ന പ്രൊസസ്സർ. 6 നാനോമീറ്റർ പ്രൊസസ്സറാണ്. അപ്പോൾ ഇത് 8GB RAM 128GB വേരിയൻറ്റ് ഫോണാണ്. അപ്പോൾ ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റാം എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതൊരു 8GB RAM വേരിയൻ്റ് ആണെങ്കിൽ നമുക്ക് 4GB കൂടി ഇതിനകത്ത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അതായത് നമുക്ക് 12GB എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഈ ഒരു ഫോൺ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഫോൺ തന്നെ ഓട്ടോമാറ്റിക്കലി ചെയ്തോളും. അതായത് നമ്മളെ സ്റ്റോറേജിൻ്റെ സ്പേസ് എടുത്തുകൊണ്ട് നമുക്ക് 12GB റാമിലോട്ട് അപ്ഗ്രേഡ് ആവുന്നതായിരിക്കും. പണ്ടൊക്കെ നമ്മൾ ഇത് ഫോണിൽ റൂട്ട് ചെയ്താണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഒരു ഫോണിനകത്ത് ഇൻബിൽഡ് അങ്ങനെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് 8GB റാം വേരിയൻ്റ് ആണെങ്കിൽ പോലും നമുക്കത് 12GB റാമിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ഫോൺ വരുന്ന 3 വേരിയൻറ്റിലാണ്. ബേസ് വേരിയൻറ്റ് എന്ന് പറയുന്നത് 8GB റാം 128GB വേരിയൻ്റ് ആണ്. സെക്കൻഡ് വേരിയൻറ്റ് വരുന്നത് 8GB റാം 256GB വേരിയൻ്റ് ആണ്. തേർഡ് ടോപ്പ് വേരിയൻറ്റ് വരുന്നത് 12GB റാം 256GB വേരിയൻ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റോറേജ് ടൈപ്പ് വരുന്നത് UFS 3.1 ആണ്. അപ്പോൾ വളരെയധികം ഫാസ്റ്റായ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡും ട്രാൻസ്ഫർ റേറ്റൊക്കെ വളരെയധികം ഫാസ്റ്റ് ആയിരിക്കും. ആപ്ലിക്കേഷൻസൊക്കെ ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും റൺ ചെയ്യുന്നതൊക്കെ വളരെയധികം സ്മൂത്ത് ആയിരിക്കും. അപ്പോൾ ഫൺ ടച്ച് OS 12 അപ്ഗ്രേഡ് ചെയ്തതിന് ശേഷം ചെറിയ രീതിയിലുള്ള ബഗ്ഗും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അടുത്തൊരു അപ്ഡേറ്റിൽ ചിലപ്പോൾ അവരത് ക്ലിയർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ അടുത്തത് എന്തായാലും ഈ ഒരു ഫോണിൻ്റെ സ്പീക്കർ ക്വാളിറ്റി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ഇതിൽ ഡുവൽ സ്പീക്കേഴ്സാണ് വരുന്നത്. ഒന്ന് ബോട്ടമും അതുപോലെ തന്നെ മറ്റേ സ്പീക്കർ വരുന്നത് സെൽഫി ക്യാമറയുടെ ടോപ്പിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അടുത്തത് iQOO Z5ൻ്റെ ഗെയിമിംഗ് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ പബ്ജിയിൽ എന്താണ് ഗ്രാഫിക്സ് സെറ്റിങ്സ് മാക്സിമം കിട്ടുന്നതെന്ന് നോക്കാം. അപ്പോൾ സ്മൂത്തിൽ എക്സ്ട്രീം ഗ്രാഫിക്സ് കിട്ടുന്നുണ്ട്, എക്സ്ട്രീം ഫ്രെയിം റേറ്റ് ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ബാലൻസ്ഡിൽ അൾട്രാ വരെ കിട്ടുന്നുള്ളൂ, എക്സ്ട്രീം ഒന്നുമില്ല. പിന്നെ HDയിലും അൾട്രാ കിട്ടുന്നുണ്ട്, HDRലും അൾട്രാ കിട്ടുന്നുണ്ട്. അൾട്രാ HD എന്തായാലും ഈ ഒരു ഫോണിൽ കിട്ടുന്നില്ല. അപ്പോൾ അത് തന്നെയാണ് മാക്സിമം. HDRൽ നമുക്ക് അൾട്രാ ഇട്ട് കളിക്കാൻ സാധിക്കും. സോ അടുത്ത എന്തായാലും ഈ ഒരു ഫോണിൻ്റെ ഗെയിം പ്ലേ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഗെയിമിംഗ് എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ വളരെയധികം സ്മൂത്ത് ആയ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് അനുഭവപ്പെടുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 120 Hzൻ്റെ റീഫ്രഷ് റേറ്റിൻ്റെ കോമ്പോയുടെ ഒപ്പം തന്നെ ഇതിനകത്ത് ലിക്വിഡ് കൂളിംഗ് എന്നൊരു സിസ്റ്റം കൂടി ഉള്ളതുകൊണ്ട് ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാനുള്ള സാധ്യതകളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം സ്മൂത്തായ ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ലോങ് ടൈമിലും അനുഭവപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഒരു മിഡ് റേഞ്ച് കില്ലർ ഗെയിമിംഗ് ഫോൺ തന്നെയാണ് iQOO Z5. സോ ഫൈനലി ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ 16 മെഗാ പിക്സലിലെ വൈഡ് സെൽഫി ക്യാമറയാണ് ഇതിനകത്ത് ഫ്രണ്ടിൽ വരുന്നത്.
1080p 30 frames per secondലെ മാക്സിമം റെക്കോർഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് ക്യാമറയിലോട്ട് പോവുകയാണെങ്കിൽ മെയിൻ ക്യാമറ ലെൻസ് വരുന്നത് 64 മെഗാ പിക്സലിലെ വൈഡ് ലെൻസ് ക്യാമറയാണ് വരുന്നത്. 8 മെഗാ പിക്സലിലെ അൾട്രാ വൈഡ് ലെൻസും 2 മെഗാ പിക്സലിലെ മാക്രോ ലെൻസും ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് മാക്സിമം വീഡിയോ റെസൊല്യൂഷൻ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നത് 4K at 60 ഫ്രെയിംസിൽ റെക്കോർഡ് ചെയ്യാം. അതുപോലെ തന്നെ 1080p 60 ഫ്രെയിംസിൽ റെക്കോർഡ് ചെയ്യാം. ജൈറോ EIS എന്ന് പറയുന്ന ഈ ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ അൾട്രാ സ്റ്റെബിലിറ്റി മോഡ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. നമുക്ക് വളരെയധികം സ്റ്റേബിൾ ആയിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സോ അടുത്ത എന്തായാലും കുറച്ച് ക്യാമറ സാമ്പിൾസിലോട്ട് പോവാം. സോ അടുത്തത് ഈ ഒരു ഫോണിൻ്റെ ബാറ്ററി സെക്ഷനിലോട്ട് വരികയാണെങ്കിൽ 5000 mAh ബാറ്ററിയാണ് ഇതിനകത്ത് വരുന്നത്. അതുപോലെ തന്നെ 44 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 26 മിനിറ്റിൽ 50% ചാർജ് ആവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഫാസ്റ്റായ ഒരു ചാർജ് തന്നെയാണ്. കാര്യം 5000 mAh ഒരു 1 hour 10 minutes ചാർജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ നല്ല ഒരു പെർഫോമൻസ് തന്നെയാണ് ചാർജിങ്ങിലും അതുപോലെ തന്നെ ബാറ്ററി പെർഫോമൻസിലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഫൈനലി ഈ ഒരു ഫോണിൻ്റെ പ്രൈസിലോട്ട് വരികയാണെങ്കിൽ ഈ ഫോൺ പർച്ചേസ് ചെയ്തത് ഓഫർ പ്രൈസിലായിരുന്നു. ഏകദേശം 21,000 ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോൺ മേടിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 2000 രൂപയുടെ കൂപ്പൺ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ ചില സമയത്ത് ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് വേരി ചെയ്ത് 90,000 വരാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ മേടിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. അപ്പോൾ 8GB RAM 128GB വേരിയൻ്റ് ആണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഏകദേശം ഒരു 21,000 പ്രൈസ് റേഞ്ചിൽ നോക്കുകയാണെങ്കിൽ ഇത് ഒരു വാല്യൂബിൾ ആയ ഒരു ഫോൺ തന്നെയാണ്. അല്ലാതെ നിങ്ങൾ 27,000 പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു വേറെ ഏതെങ്കിലും ഫോണിലോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു കില്ലർ മിഡ് റേഞ്ച് ഗെയിമിംഗ് ഫോൺ തന്നെയാണിത്. കാര്യം നമുക്ക് ലിക്വിഡ് കൂളിംഗ്, അതായത് ഓവർ ഹീറ്റിംഗ് ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ വളരെ നല്ല പെർഫോമൻസ് തന്നെയാണ് ഗെയിമിങ്ങിലും കാഴ്ചവെക്കുന്നത്, അതുപോലെ തന്നെ ക്യാമറയിലും കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിൽ